ഇതിപ്പോ പ്രവീണേ, ഒരു വണ്ടി വരാനുള്ള ഒരു വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറി വന്ന ഒരു 3 സെന്റ് സ്ഥലം വരും. അപ്പൊ ആ 3 സെന്റിന് പകരം അമ്മാവന്റെ ആ സ്ഥലത്ത് നിന്ന് ഒരു 6 സെന്റ് ഇതിലേക്ക് കൂട്ടിക്കോ. ഇതാണ് ഞങ്ങൾക്ക് പറയാനുള്ള സജഷൻ. നീ അതിനോട് സമ്മതിക്കും. അല്ല, ഞാൻ സമ്മതിക്കാത്തതൊന്നുമല്ല. ഇത് ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇപ്പം പ്രമാണത്തിലൊന്നും ഈ വഴിയുടെ കാര്യമൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു. ഇല്ല. അപ്പൊ പറഞ്ഞ അതിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ ചുമ്മാ തരണം എന്ന് പറഞ്ഞാൽ എനിക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അല്ല, അതിപ്പോ തന്റെ അച്ഛനും എന്റെ അച്ഛനും തമ്മിൽ വാക്കാലൊരു കരാറാണ് ഇത് നടന്നോളാൻ പറഞ്ഞിട്ട്. അത് തന്നെ കാര്യം. സംഭവം എന്താണെന്ന് വെച്ചാലേ, അന്ന് ആ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഇത് ഫ്രീ ആയിട്ട് തരണം എന്ന് പറഞ്ഞാൽ അത് പറ്റൂലല്ലോ. ഇപ്പൊ കനകം പറഞ്ഞ ന്യായം. അതെ, അതാണ് മക്കള് തീരുമാനിക്കട്ടെ. ഞാനതാ വിട്ടിട്ട് കനകം പറഞ്ഞ ന്യായം. ഇത് 3 പേര് അവിടെ ഒരു 6 കൂടി ഇങ്ങോട്ട് തന്നാൽ അത് 4 ആൾ കേൾക്കുമ്പോ പ്രശ്നമില്ല. ഒരു കാര്യം പ്രശ്നമല്ല. അച്ഛന്മാര് പണ്ട് പലതൊക്കെ പറഞ്ഞു വെക്കും. ഇപ്പൊ എന്തെങ്കിലും ചോദിച്ചിട്ട് പുള്ളി വല്ലതും മിണ്ടുന്നുണ്ടോ? അങ്ങനെ പറയരുത്. മുണ്ടയുടെ കാലത്ത് നിങ്ങളൊന്നും ചെയ്തില്ല. അച്ഛപ്പം മിണ്ടാതെ കിടന്നപ്പോ നിങ്ങൾ അത് കുത്തി കെട്ടിയല്ല. രാജിക്ക് പോണ്ട. ഞാൻ നീ പറഞ്ഞ പോലെ കേട്ടു. അല്ല, രാജിക്ക് വിരോധമില്ല. നിങ്ങൾ എന്താ വെച്ചായിക്കോ. നമ്മള് ന്യായത്തിന്റെ ഭാഗത്ത്. ആയിക്കോട്ടെ ആയിക്കോട്ടെ. പിന്നെ എന്റെ എഴുത്തുകൂലിയും മറ്റു കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കിക്കൊള്ളണം. അത് നമുക്ക് ചെയ്യാം. ഏറ്റെടുക്കാൻ പറ്റും. പിന്നെ അങ്ങനെയാണെങ്കിൽ നമുക്കിത് വല്ലാതെ വൈകിക്കാതെ എഴുതാം. നമുക്കൊരു കാര്യം ചെയ്യാം. 2 ദിവസം കഴിഞ്ഞിട്ട്. പിന്നെ വാക്ക് മാറുക. പ്രദീപിന്റെ കാര്യം അറിയാലോ. അവന് എങ്ങനെ ഇടങ്കോലിടോ? ഓ ഇല്ല. പ്രദീപ് എല്ലാം എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. അവന് ഈ 3 പേര് 6 കിട്ടുമെന്ന് പറഞ്ഞാൽ അവൻ വീഴും. അവൻ വേറെ വിഷയം. അതാരും വീഴും. കാരണം വീഴും. നമ്മുടെ 3 സെന്റ് പോണ 6 സെന്റ് കിട്ടില്ല. അപ്പൊ ആർക്കായാലും കഴിക്കില്ല. ആയിക്കോട്ടെ. അല്ല, ആയിക്കോട്ടെ മോനെ. ആയിക്കോട്ടെ. അമ്മാവനിപ്പോ ഇത് വേണ്ടതാണ്. അല്ല, അങ്ങനെയല്ല. അവസാനിപ്പിക്കാതെ. അല്ല, ആയിക്കോട്ടെ. നീ തീരുമാനിച്ചാൽ ഞാൻ എന്ത് പറയണേ? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എനിക്ക് കുഴപ്പമില്ല. 6 സെന്റ് എടുത്തോ മോനെ. 3 സെന്റ് 6 സെന്റ് ഇപ്പൊ ഇങ്ങോട്ട് തിരിച്ചു കൊടുത്തിട്ടുണ്ട് വെച്ചാൽ വഴിയാണ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ സ്ഥലത്തിന് വിലയാവും. ഇവർക്ക് വേണമെങ്കിൽ ഇവിടെ അങ്ങനെ കുട്ടീനെ അടയ്ക്കാം. പിന്നെ നിങ്ങൾക്ക് ആ സ്ഥലത്തിന് വിലയെ കിട്ടൂല. വിറ്റാലും പോകില്ല. അത് പണ്ടുള്ളവരൊക്കെ അടുത്തുള്ളവരൊക്കെ പറഞ്ഞിരുന്നു. ഈ സ്ഥലം തരാതെ വഴി തരാതിരുന്നത് തന്നെ അത് ചുളിവ് വിലക്ക് വില കിട്ടാൻ വേണ്ടി ഒരു നിലയ്ക്ക് പറഞ്ഞ് സമാധാനിപ്പിക്കാൻ ഞാൻ പെട്ട പാടെന്നാന്ന് എനിക്കറിയാം. ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇനി അങ്ങനൊന്നും പറയില്ലോ. തീരുമാനത്തിൽ എത്തിയല്ലോ. 3 സെന്റ് അങ്ങട് 3 സെന്റ് ഇങ്ങോട്ട് തരുന്നു. 6 സെന്റ് അങ്ങടാ തരുന്നു. അപ്പൊ ഇനി പ്രശ്നമില്ലല്ലോ. ഒരു പ്രശ്നമില്ല. നമുക്ക് ഏറ്റവും അടുത്ത ദിവസം 2 ദിവസം കഴിഞ്ഞ് നമുക്ക് പതിക്കാനുള്ള ഏർപ്പാട് ചെയ്തോ. ഇനി അമ്മാവായിട്ട് സംസാരിക്കണ്ട. എന്തെങ്കിലും പറയട്ടെ, എന്നോട് പറഞ്ഞാൽ മതി. സംസാരിച്ചോ. ശരി ശരി. അമ്മാവാ, അതിപ്പോ ക്ലീറ്റസ് തന്നെ കൂട്ടൊന്ന് അമ്മ വിളിച്ചാ? എന്തായി കാര്യങ്ങള്? എന്തൊരു കാര്യമല്ല. നിന്നെ പാര അങ്ങോട്ട് വിളിച്ചത്? നിന്നാരെ വിളിച്ചത്? എന്നെ ആര് വിളിക്കണം? എന്നെ ഇവിടെ വിളിക്കാൻ ആരെങ്കിലും വിളിക്കണോ? എനിക്ക് വരാനുള്ള അവകാശം ഉണ്ടല്ലോ. ഇവിടെ വേറെ ചില കാര്യങ്ങൾ പറഞ്ഞ് തീരുമാനിച്ചോണ്ട് നിൽക്കണം. അതിന്റെ വന്നിൽ ഇടണ്ട. ഞാൻ അല്പം വൈകി പോയി. തീരുമാനങ്ങളൊന്നും ആയില്ലല്ലോ. എങ്ങനെയാണ് കാര്യങ്ങള്? തീരുമാനമായി. എന്റെ അമ്മ അത് എന്തിനാണ് ഇവനോട് പറയാൻ നിൽക്കണത്? എനിക്കിപ്പോ 2 ആളിൽ ആരാ ഭേദം? അവനറിയട്ടെ. ഞാൻ വിചാരിച്ച പോലെ അത് കനകം ഭംഗിയായിട്ട് ഡീൽ ചെയ്തത്. അല്ല, തീരുമാനം എന്താണെന്നാണ് എനിക്ക് അറിയണ്ടേ. ഇപ്പൊ അതെ, പ്രവീണ് 3 സെന്റ് സ്ഥലം നമുക്ക് വഴിക്ക് വേണ്ടിട്ട് വിട്ടുതരും. അത് ഓക്കെ. അത് നമ്മുടെ വളപ്പിലേക്ക് വഴി. അത് വേണം. പകരം നമ്മളൊരു 6 സെന്റ് സ്ഥലം അവിടുന്ന് പ്രവീണിന് ഇങ്ങോട്ട് കൊടുക്കണം. എങ്ങനെ? 3 സെന്റ് നമുക്ക് തരുമ്പോ നമ്മൾ 6 സെന്റ് അങ്ങോട്ട് കൊടുക്കണം. എന്തിന്? നമുക്ക് വഴി വേണ്ടേ? എന്തിന്? ഇതാണ് ഞാൻ കൃത്യസമയത്ത് എത്തിയോണ്ട് വലിയൊരു അപകടം ഒഴിവായി. മണ്ടത്തരം കാണിക്കല്ലേ അമ്മാവ. എന്ത് തീരുമാനമാണ്? എടാ ക്ലീറ്റസേ, അമ്മാവന്റെ സ്ഥലം അമ്മാവും കൊടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിനക്കെന്താണ് ചൊറിച്ചില്? ആഹാ, എനിക്ക് ചൊറിയൂടാ. ഇതിൽ എനിക്ക് കൊണ്ടുവരാൻ ഒരു അവകാശം. എന്റെ പൊന്ന് ക്ലീറ്റസ്, നടക്കാൻ വേണ്ടിട്ടാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നീ ഇവിടെ കൊണ്ടുവന്ന് അമ്മാവനെ പറ്റിക്കാന്നുള്ള പരിപാടിയാണ്. അമ്മാവാ, ഇവിടെ സ്ഥലത്തിന് എത്ര രൂപയുണ്ട് വില? സെന്റിന് 5 ലക്ഷം ഒക്കെ കിട്ടും. ഉണ്ടല്ലോ. ഇയാൾ തരുന്ന 3 സെന്റിന് എത്ര രൂപ വിലയുണ്ട്? 15 ലക്ഷം. 15 ലക്ഷം രൂപ. നമ്മൾ കൊടുക്കാൻ 6 സെന്റിന് എത്ര രൂപയാവും? 30 ലക്ഷം രൂപയാവും. 15 ലക്ഷം രൂപ നഷ്ടമല്ലേ അമ്മാവ? വഴി കിട്ടി കഴിഞ്ഞാൽ പിന്നെ ആ സ്ഥലത്തിന് വില കൂടൂലേ? നീ അങ്ങനെ വഴി വെപ്പിച്ചിട്ട് അമ്മാവിന്റെ 15 ലക്ഷം രൂപ നഷ്ടപ്പെടുത്താൻ നീ വിചാരിക്കണ്ട. ഒരു കാര്യം പറയാനുള്ളത് പറ. അതെ, ഇപ്പൊ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ ഞങ്ങൾ പറഞ്ഞ് സംസാരിച്ച് വെച്ചിട്ടുണ്ട്. ദയവ് ചെയ്തിട്ട് നീ ഇത് കൊളാക്കരുത്. ഇതെങ്ങാനും വഴിയുടെ പ്രശ്നം കൊളായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെവിക്കലി ഞാൻ അടിച്ചോടി ക്ലീറ്റസ്. എന്റെ പൊന്നളിയ, സത്യം പറ, എത്ര ലക്ഷം രൂപ തടിയ നിനക്ക് കമ്മീഷൻ തരാന്ന് പറഞ്ഞു? വൃത്തിയായിട്ട് പറയാൻ നിൽക്കരുത്. അമ്മാവാ, ഇത് ഇവനും ഇയാളും കൂടെ ഒത്തുകളിയാണ്. അമ്മാവനെ പൊട്ടനാക്കാണ്. ഈ പൊട്ടത്തരത്തിൽ അമ്മാവ് നിന്ന് കൊടുക്കരുത്. എന്റെ ക്ലീറ്റസ്, ഞാൻ പറയണത് കേൾക്കുന്നത്. നീ ഒന്നും പറയണ്ട. ഈ പരിപാടി നടക്കൂല അമ്മാവാ. നീ ആവശ്യമില്ലാതെ വയസ്സായ ആളുകളെ പറ്റിക്കാൻ വേണ്ടിട്ട് എന്ത് അമ്മാവാ, ഈ കച്ചവടം നടക്കരുത്. അമ്മാവൻ അറിയാമോ, ഇതിലേ ഉള്ള വഴി എന്ന് പറഞ്ഞാൽ പണ്ടേ ഇതിൽ അവകാശപ്പെട്ട വഴിയാണ്. ഇത് അടയ്ക്കാൻ ഏവനെങ്കിലും ഇങ്ങനെ ഇറങ്ങട്ടെ, ഞാൻ കാണിച്ചുതരാം എങ്ങനെ വഴി ഉണ്ടാക്കണമെന്നുള്ളത്. ഏതാ ചേട്ടാ ഈ ക്ലാപ്പൻ? എന്റെ മരുവനാടോ. അതെ, എനിക്കൊരു കാര്യം അറിയണോ? ഈ കനകന്റെ ഓഫീസിലെ AE വിളിച്ച് പറഞ്ഞിട്ടാണ്
ഞാൻ ഇതിന് സമ്മതിച്ചത്. ഓ അപ്പൊ എനിക്കുണ്ട് കമ്മീഷൻ കൂട്ടുകച്ചവടം അളിയാ. അതെ, ഇത് ഞങ്ങൾക്ക് അവകാശപ്പെട്ട 3 സെന്റ് സ്ഥലം അത് എങ്ങനെ നേടിയെടുക്കണമെന്ന് ഞങ്ങൾക്ക് അറിയാം. തന്റെ ഔദാര്യം വേണ്ട. അമ്മാവൻ ഉണ്ടായാലും അതായത് പ്രമാണത്തിലൊന്നും പറയാത്ത 3 സെന്റ് സ്ഥലമാണ് ഞാൻ ഈ തരാൻ പോണത്. അതാദ്യം മനസ്സിലാക്കണം. അയ്യോ, ഇയാളുടെ ഔദാര്യം വേണ്ട, ഞങ്ങൾക്കറിയാം അത് നേടിയെടുക്കാൻ. എന്നാ നേടിയെടുത്ത് നോക്ക്. ആ, നിങ്ങൾക്ക് ഇവിടെ ഒന്നും ഒരു തരി മണ്ണുമില്ല, ഒരു കുന്തവും ഇല്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്തോ. അടിച്ചു വാങ്ങിച്ചോ. മോളെ, ഞങ്ങളെ മേടിച്ച് കാണിക്കാം. നിനക്ക് തൃപ്തിയല്ലടാ. നിനക്ക് ക്ലീറ്റസിനെ അറിഞ്ഞൂടെ? ഓടാ അവിടുന്ന്. എന്താടാ നീ ചെയ്തത്? എന്ത്? ഇപ്പൊ വന്നൊരു സംഭവം മൊത്തം കൊളാക്കി കഴിഞ്ഞപ്പോ നിനക്ക് സമാധാനമായല്ലോ. എടാ, എന്നാലും നീ ഇങ്ങനെ ബുദ്ധിമാനാണെന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടോ. എന്റെ ക്ലീറ്റസെ വഴി കിട്ടിക്കഴിഞ്ഞാൽ ആ സ്ഥലത്തിന് വില എത്രയാവുന്ന എന്റെ വിചാരം. അയ്യോ, വഴി ഇല്ലാതെ എന്റെ വില എന്താണെന്ന് നീ ആലോചിച്ച്. വഴിയില്ല, എന്ത് കുന്താണ് വില? എന്ത് എന്താ എല്ലാം കലക്കി കഴിഞ്ഞപ്പോ നിന്നിട്ട് പ്രസംഗിക്കണോ? ഒന്നും കലങ്ങിയിട്ടില്ല. ബാക്കി എന്താ ചെയ്യണത്? ഇനി എന്താണ് ഇനി വഴി വാങ്ങിച്ചു കൊടുക്കണം കാര്യം നീ ഏറ്റോ. എന്നെ കൊണ്ട് പറ്റില്ല കേട്ടോ മാവ, ഞാൻ നിൽക്കില്ല. അങ്ങനെ പറയലെന്ന് പറഞ്ഞാൽ എടാ നീ ഇത് എന്ത് കണ്ടിട്ട് അവനെ പടക്കി വിട്ട്? അമ്മാവാ, അവൻ പോയാൽ അവൻ വഴി നമുക്ക് എഴുതി ഇവിടെ വിളിച്ചു വന്ന് നമുക്ക് വഴി എഴുതി തരും. അതെങ്ങനെ ഈ വഴി ഇവിടെ തരും? അതൊക്കെ തരും. കുമ്പം തരും. അതിനുള്ള കോപ്പം നിനക്ക് അറിഞ്ഞൂടാ. അതെ, എന്റെ പരിപാടിക്ക് നിൽക്കില്ല, ഞാൻ എന്റെ നാട്ടിൽ പോകണം. അയ്യോ, സ്വന്തം അമ്മാവനെ പറ്റിക്കാൻ നടക്കുന്നവര് മരുമോൻ. അമ്മാവ എല്ലാം ഏർപ്പാട് ചെയ്തിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നേക്കണേ. പാർട്ടി ഓഫീസിൽ ഒന്ന് വിളിച്ചോട്ടെ. ഹലോ ഹലോ. ആ ജെ പി, നമ്മൾ പറഞ്ഞ പോലെ തന്നെ കാര്യങ്ങള്. ആ കുറുപ്പ് സാറിന്റെ മോനുണ്ടല്ലോ, അവൻ ഇവിടെ വന്ന് വെല്ലു പിടിച്ചിട്ട് പോയി. ചുണയുണ്ടെങ്കിൽ അവൻ്റെ സ്ഥലം നമ്മൾ അടിച്ചു മേടിക്കാൻ. അപ്പൊ ഒരു കാര്യം ചെയ്യും, ജെ പി പറഞ്ഞ പോലെ ഒരു 50 അണികളുമായിട്ട് ഇങ്ങോട്ട് പോരും, നമുക്ക് സമരം തുടങ്ങാം. ഓ, എനിക്കതിൽ ഇടപെടാൻ പറ്റത്തില്ല. എന്ത്? അത് കുറുപ്പ് സാറ് പാർട്ടിക്ക് വേണ്ടപ്പെട്ട ആളാ. അല്ല ജെ പി, ഞാനും വേണ്ടപ്പെട്ട ആളല്ലേ പാർട്ടിയുടെ. ജില്ലാ കമ്മിറ്റി എന്ന് പറഞ്ഞേക്കുന്നത് കുറുപ്പ് സാറിന്റെ കേസിൽ ഇടപെടരുന്ന, അതുകൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇടപെടലെന്ന് പറഞ്ഞ പിന്നെ ഞാനിപ്പോ എന്ത് ചെയ്യും ജെ പി? ജെ പി, ഹലോ ഹലോ ജെ പി. പാർട്ടിക്കാർ കൈയൊഴിഞ്ഞ്. അപ്പൊ പിന്നെ ഇതിലുള്ള വഴിക്ക് എന്ത് ചെയ്യും? കഷ്ടം. ഞാൻ ആ വഴി ഇത് വന്നു കഴിഞ്ഞാൽ സ്ഥലം നിങ്ങൾക്ക് രണ്ടാൾക്ക് എന്തിനെങ്കിലും ഉപകരിക്കുമല്ലോ. 2 പേർക്കും കൂടി അതങ്ങോട്ട് എഴുതി തരാന്ന് വെച്ചതാ. എന്തായാലും ഞാൻ തീരുമാനിച്ചു, ആ സ്ഥലം ഉണ്ടല്ലോ ഞാൻ മൊത്തം കനകനാട് കൊടുക്കും. അവൻ മറ്റവനോട് ചോദിച്ചത് ഈ വഴി വെട്ടി ആ സ്ഥലം ഉപയോഗിക്കാൻ എന്താച്ചാ ചെയ്തോട്ടെ. നിനക്കൊരു തരി മണ്ണ് ഞാൻ തരില്ല. Alien versus Alien.